ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ RPF എക്സാംസിന് ചെറിയ ഒരു ഡേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് മുന്നേ കിട്ടിയിരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 2-ാം തീയതി മുതൽ മാർച്ച് 2-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് 2-ാം തീയതി മുതൽ 18-ാം തീയതി വരെ മൊത്തം 12 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 36 ഷിഫ്റ്റോളം വരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള 12 ദിവസങ്ങളിലാണ് നമ്മൾക്ക് RPF എക്സാം നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ALP എക്സാമിൻ്റെ ഡേറ്റ് 19-20 തീയതികളിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ RPFിൻ്റെയും ALPയുടെയും ഡേറ്റ് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് ALP എക്സാം മാറാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ALPക്ക് വേണ്ടിയിട്ട് പഠിക്കുക. റെയിൽവേ ഇങ്ങനെ ഡേറ്റ് ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് ALP എക്സാംസ് 19-20 തീയതികളിൽ തന്നെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എക്സാം സിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ അതിന് 10 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ അതിന് 10 ദിവസം മുന്നേ ആയിരിക്കും അറിയാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റിന് 4 ദിവസം മുന്നേ ആയിരിക്കും. ജനറലി എക്സാം തുടങ്ങുന്നതിന് 4 ദിവസം മുന്നേ അല്ല, നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ അതിന് 4 ദിവസം മുന്നേ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതായത് വേറൊന്നും പറയുന്നില്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ആധാർ ലിങ്ക്ഡ് ബയോമെട്രിക് authentication of candidates will be done at the exam center prior to the entry of the exam hall. Candidates are required to bring their original Aadhaar card or printout of e-verified Aadhaar card. Candidates are advised to authenticate their identification through Aadhaar verification if not done already by logging in with their credentials at www.rrbapply.gov.in to facilitate smooth entry into the examination center. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുപോകുക, ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കയ്യിൽ വെക്കുക. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ നിങ്ങൾ സപ്പോസ് ആധാർ കാർഡ് വല്ലതും മാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുന്നേ അതൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ RPF എക്സാം 2-ാം തീയതി തന്നെ തുടങ്ങും, 18-ാം തീയതി അവസാനിക്കും. ALP എക്സാം 19-20 തീയതികളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ALPയുടെ ടയർ 2. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.